ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഓപ്പൺ പോസിനെ പറ്റിയിട്ടാണ്. പക്ഷെ നമ്മൾ സ്ഥിരം പറയുന്ന ഓപ്പൺ പോസുകളെ പറ്റിയിട്ടല്ല. അത് ഏത് ഓപ്പൺ പോസ് ആണെന്ന് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതിൽ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഓപ്പൺ പോസ് എന്ന് വെച്ചാൽ ഡീഹൈഡ്രേറ്റഡ് സ്കിന്നും ഓപ്പൺ പോസും. അതായത് നോർമലി നമ്മൾ പറയാനുള്ള കോമ്പിനേഷൻ സ്കിന്നും ഓപ്പൺ പോസും ആണ്. പക്ഷെ ഇത് വരുന്നത് ഡീഹൈഡ്രേറ്റഡ് സ്കിന്നും ഓപ്പൺ പോസും ആണ്. നമ്മൾ ഓപ്പൺ പോസ് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് എന്താണ്, നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് ഫംഗ്ഷൻ ചെയ്ത് ഓയിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് കൂടുന്നതെന്നാണ്. പക്ഷെ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ വിത്ത് ലാർജ് ഓപ്പൺ പോസിൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് പോസ് ഭയങ്കര വലുതായിട്ട് കാണും. പക്ഷെ നമ്മുടെ സ്കിന്നിന്റെ കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് തീരെ മോയ്സ്ചറൈസർ ഇല്ലാത്തതായിരിക്കും. അതായത് ഭയങ്കര ഡ്രൈ ഫ്ലേക്കി സ്കിന്നായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ പാരമ്പര്യം. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻ, അതായത് ഒരുപാട് ഡ്രൈ ഏരിയാസ് അല്ലെങ്കിൽ ഹ്യൂമിഡ് ഏരിയാസിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് ഉള്ള മോയ്സ്ചറൈസർ പുറത്തോട്ട് വലിക്കാൻ തുടങ്ങും. അത് കാരണം വരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ, അതായത് ഒരുപാട് ആൽക്കഹോൾ അടങ്ങിയ ഫ്രാഗ്രൻസ് അടങ്ങിയത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവാത്ത, അതായത് ഇപ്പൊ നിങ്ങളുടെ ഓയിലി ആണ് തെറ്റിദ്ധരിച്ച് എക്സസീവ് ആയിട്ട് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആകുമ്പോഴൊക്കെയാണ് ഈ ഡീഹൈഡ്രേറ്റഡ് ലാർജ് ഓപ്പൺ പോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ എത്തുന്നത്. ഇനി ഈ സമയത്ത് നിങ്ങളുടെ മുഖം മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ഭാഗങ്ങളിൽ ഒരു ഓയിൽനെസ് ഉണ്ടാവും. അതിന്റെ റീസൺ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുന്നത്, ഓക്കെ, അതിന്റെ റീസൺ വെച്ചാൽ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് വീണ്ടും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി അധികം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ ഒരു എക്സീവ് ആയിട്ടുള്ള ഓയിൽനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ഏതാണ് ഡീഹൈഡ്രേറ്റഡ് ലാർജ് ഓപ്പൺ പോസ് എന്നും നോർമൽ ഓപ്പൺ പോസ് എന്നും. നോർമലി കാണുന്ന ഓപ്പൺ പോസ് എന്ന് വെച്ചാൽ അത്ര വലുതായിട്ടില്ല. ഡീഹൈഡ്രേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുമാതിരി വലിഞ്ഞ സ്കിന്നായിരിക്കും. അതുപോലെ തന്നെ ആ പോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തീരെ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനെസ് ഇല്ലാത്തത് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഈ ഡ്രൈ വിത്ത് ലാർജ് ഓപ്പൺ പോസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ റീസെന്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ചേച്ചി എന്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, പക്ഷെ എന്റെ പോസിന്റെ അപ്പിയറൻസ് വളരെ കൂടുന്നു, പക്ഷെ എന്റെ സ്കിൻ അതുപോലെ ഡ്രൈ ആവുന്നു എന്ന് പറഞ്ഞു. ഇത് കോമ്പിനേഷൻ സ്കിൻകാർക്ക് ഓപ്പൺ പോസ് വരണം എന്ന് കൺഫേം ആയിട്ട് വരണം എന്നില്ല. പക്ഷെ ഓപ്പൺ പോസ് ഉള്ളത് കൂടുതലായിട്ടും കോമ്പിനേഷൻ സ്കിൻകാർക്കാണ്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും സ്കിൻ കെയർ റുട്ടീൻ ചെയ്തിട്ട് നിങ്ങളുടെ പോസിന്റെ അപ്പിയറൻസ് കൂടി, അതായത് ഓയിൽനെസ് കുറയ്ക്കാനുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കൂടുകയും സ്കിൻ വലിയുന്നതായിട്ടും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഇന്ന ഹൈഡ്രേഷൻ കിട്ടാത്തതുകൊണ്ടാണ് എന്നാണ് അർത്ഥം. ഇപ്പൊ മനസ്സിലായല്ലോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഇപ്പൊ ഒരു ക്ലിക്ക് ആയിട്ടുണ്ടല്ലോ. ഓരോ കോഴ്സിലോട്ടും പോവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പാരമ്പര്യം തന്നെ എടുക്കാം. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരണമെന്ന് ഓൾറെഡി നമ്മുടെ DNA ഡിറ്റർമൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് എത്ര വലുതായിരിക്കണം എന്നും നമ്മുടെ സ്കിൻ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്കിൻ ഡ്രൈ ആവണോ, നാച്ചുറലി ഇതൊക്കെ ആയിരിക്കും നമ്മുടെ സ്കിന്നിന്റെ അവസ്ഥ എന്ന് നമ്മുടെ DNA ഉള്ളതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് നല്ല വലിയ ഓപ്പൺ പോസ് ആയിരിക്കും, ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആയിരിക്കും, ജെനറ്റിക്കലി ഉണ്ട്. അതിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനും ആ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനുമാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ എൻവയോൺമെന്റൽ കണ്ടീഷൻ, അതായത് നമ്മൾ ഭയങ്കര വെയിലത്ത് ഒരുപാട് നേരം നിൽക്കുന്ന ഭയങ്കര സൺ എക്സ്പോഷർ വരുമ്പം, അതല്ലാന്നുണ്ടെങ്കിലും നമ്മളിപ്പം ഒരുപാട് എയർ കണ്ടീഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ AC രണ്ടറിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ സ്കിന്നിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വലിക്കുന്നത് കാരണം, അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫുഡിൽ ഇനഫ് ഹൈഡ്രേഷൻസ് കിട്ടാത്തതുകൊണ്ടും ഒക്കെ അങ്ങനെയുള്ള ഫാക്ടേഴ്സ്, പൊല്യൂഷൻ, സണ്ണ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്, അതൊക്കെ കൊണ്ടും നമുക്ക് ഈ ഒരു ലാർജ് ഓപ്പൺ പോസ് വിത്ത് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആവും. അടുത്തതെന്ന് വെച്ചാൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ്. ഇത് എപ്പോഴൊക്കെയാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഒതന്റിക് നോർമലി സ്കിൻ കെയർ ചെയ്തിട്ട് നമുക്ക് ഡീഹൈഡ്രേറ്റഡ് വരാം. പിന്നെ നമ്മൾ ഈ സ്കിൻ വൈറ്റനിങ് ക്രീംസ്, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് ചെയ്യുന്ന DIYs, അതല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യും. നമ്മൾ ഇതിന് സ്കിൻ ഹൈഡ്രേഷൻ കൊടുക്കാന്ന് വെച്ചാൽ അധികം മോയ്സ്ചറൈസേഷൻ ഒന്നും സ്കിന്നിൽ കൊടുക്കാണ്ടാവുമ്പോഴും നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത്. ഇതൊക്കെ കാരണം നമ്മുടെ ആ ഒരു പോസിന്റെ അപ്പിയറൻസ് കൂടും. കാരണം നമ്മൾ നാച്ചുറൽ ഓയിൽ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഓയിൽ ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ ഓയിൽ ഉണ്ടാവാനും പോണില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ആ പോസിന്റെ അപ്പിയറൻസ് കൂട്ടും. ആ ഉണ്ടാക്കിയ ഓയിലെങ്കിലും പുറത്തോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അത് പിടിച്ചു നിർത്താൻ പറ്റില്ല, സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് കാരണം നമുക്കൊരു ഈ സംഭവങ്ങൾ വരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏജിങ്. നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും, നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയും. ഇതൊക്കെ കാരണം നമ്മുടെ സ്കിന്നിൽ പോസൊക്കെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊക്കെ നമ്മുടെ സ്കിന്നിന് ആ ഒരു ടൈറ്റ്നെസ് പോകും. അത് കാരണം നമുക്ക് ആ ഒരു ഡീഹൈഡ്രേറ്റഡ് സ്കിൻ അല്ലെങ്കിൽ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറയത്തില്ലേ ഏജ് ആവുന്ന നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനെസ് കൂടും. ആ ഡ്രൈനെസ് കാരണം നമുക്ക് ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ
എങ്ങനെ നമുക്ക് ഈ സ്കിന്നിനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ ബേസിക്കിലോട്ട് കൊണ്ടുവരിക. അതായത് ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അതൊക്കെ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാച്ചുറൽ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ കെയറിൽ ഉണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഒരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷുകൾ സ്കിൻ കെയറിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ സ്കിന്നിനെയും ബോഡിയും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സ്ഫോളിയേഷൻ വളരെ ആവശ്യമാണ്. പക്ഷെ അത് ഓവർ എക്സ്ഫോളിയേഷൻ ആയാൽ നമ്മുടെ സ്കിൻ വീണ്ടും ഡാമേജ് ആവും. അപ്പം നമ്മുടെ പോസിനെ അൺക്ലോഗ് ചെയ്യാനായിട്ട് എക്സ്ഫോളിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് ഓവർ ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലെൻസേഴ്സിലൂടെ അതല്ലെങ്കിൽ ഫേസ് വാഷുകളിലൂടെ. നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ ഡ്രൈയോ അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് ഓപ്പൺ പോസ് അതല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ഫേസ് വാഷസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ നാച്ചുറൽ ഓയിലിനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്യാതെ ഫേസിലുള്ള അഴുക്കിനെ മാത്രം ഇത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ്, ഗ്രീൻ ടീ ഫേസ് വാഷ് ഒക്കെ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് വാഷിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഹിമാലയയുടെ നീം പ്യൂരിഫൈ ഫേസ് വാഷ്, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ജെന്റിൽ ഫേസ് വാഷസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ സെറ്റാഫിലിന്റെ ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വിത്തിൻ ബ്യൂട്ടിയുടെ ജെന്റിൽ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. മിനിമലിസ്റ്റിന്റെ ഓട്സ് ജെന്റിൽ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ സിൻഡല്ലയുടെ ജെന്റിൽ ക്ലെൻസർ ഉണ്ട്, ഇതും നല്ലൊരു ഓപ്ഷനാണ്. ഡോക്ടർ ഷെയ്ത്തിന്റെ തന്നെ സെറമൈഡ് ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ കെമിസ്റ്റഡ് ക്ലേയുടെ ജെന്റിൽ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. പ്ലമ്മിന്റെ 2% നയാസിനമൈഡ് ആൻഡ് റൈസ് ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. ഡോട്ട് ആൻഡ് കെയുടെ സ്കിൻ ബാരിയർ ക്ലെൻസർ ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കോസറെക്സിന്റെ മോർണിംഗ് PH ജെന്റിൽ ക്ലെൻസർ, അത് നല്ലൊരു ഓപ്ഷനാണ്. സിമ്പിളിന്റെ ഫേസ് ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാൽ സ്കിൻ ബാരിയറിന് ഡാമേജ് ചെയ്യാതെ സ്കിന്നിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് മാത്രം ഇളക്കി കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിനെ ഇത് തീരെ സ്ട്രിപ്പ് ഔട്ട് ചെയ്യത്തൂല്ല, നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കി വിടാനും പോകുന്നില്ല. അപ്പോൾ ക്ലെൻസേഴ്സിന്റെ ഓപ്ഷനല്ല. ഇനി നെക്സ്റ്റ് ഏതാന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ടോണേഴ്സ് അതല്ലെങ്കിൽ ഫേസ് മിസ്റ്റിലോട്ട് പോവാം. എന്തുകൊണ്ട് ടോണേഴ്സ് ഫേസ് മിസ്റ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ടോണേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മളെ പ്ലമ്മിന്റെ റോസ് വാട്ടർ ടോണർ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലമ്മിന്റെ തന്നെ നിയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ ടോണർ, പിന്നെ നമ്മുടെ ലെനീജിന്റെ ടോണറില്ല വെള്ളം, ഞാൻ എപ്പോഴും പറയാറില്ല അത്, അതല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ഓഫ് ജേഴ്സന്റെ ടോണർ. ഇത് രണ്ടും കുറച്ച് റേറ്റ് ആണ്, ബട്ട് വേർത്ത് ഇറ്റ് ആണ്. പിന്നെ അടുത്ത നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയില് റൈസ് ആൻഡ് ഹൈൽഡ്രോണിക് ആസിഡ് ടോണർ വാങ്ങിക്കാൻ കിട്ടും, അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടോണർ യൂസ് ചെയ്യും, ആസ് ലോങ് ആസ് ആ ടോണറിനകത്ത് സാലിസിലിക് ആസിഡ്, ആൽക്കഹോള്, വിച്ച് ഹേസൽ എന്ന് പറയുന്ന സാധനങ്ങൾ, ഫ്രാഗ്രൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ടോണർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. വിറ്റാമിൻ സിയുടെ ഒക്കെ ടോണേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വിഷയമില്ല. പക്ഷെ അതിനകത്ത് ഒരിക്കലും ആൽക്കഹോൾ, സാലിസിലിക് ആസിഡ്, വിച്ച് ഹേസൽ, ഫ്രാഗ്രൻസ് ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ റോസ് വാട്ടർ പറഞ്ഞിട്ട് നമ്മൾ താഴെ കടകളിൽ കിട്ടുന്ന നമ്മുടെ ഡാബറിന്റെ റോസ് വാട്ടർ ഒക്കെ നമ്മൾ ക്ലാസിക് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്, ഇത് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിനകത്ത് റോസ് വാട്ടർ എന്ന് പറഞ്ഞ മെയിൻ കോൺസെൻട്രേഷൻ കുറവും അതിന്റെ ഫ്രാഗ്രൻസ് കൂടുതലുമാണ്. സ്കിൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുകയും വീണ്ടും ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ബയോട്ടിക്കിന്റെ കുക്കുംബർ ടോണർ വാങ്ങിക്കരുത്. പ്ലമ്മിന്റെ തന്നെ ഗ്രീൻ ടീ ടോണർ ഉണ്ട്, ഇതൊന്നും വാങ്ങിക്കാനായിട്ട് പോകരുത്. ഇതെല്ലാം എക്സ്ഫോളിയേറ്റിംഗ് ടൈപ്പാണ്. പിന്നെ HA/BHA ടോണേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ബാക്കി മാക്സിമം ഹൈൽഡ്രോണിക് ആസിഡും നയാസിനമൈഡും ഒക്കെ ഉള്ള ടോണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്തതാണ് 5% നയാസിനമൈഡ്. നയാസിനമൈഡ് ഓപ്പൺ പോസിന് അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് സ്കിന്നിന്റെ ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് നയാസിനമൈഡ് എപ്പോഴും ഒരു സെറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഹൈൽഡ്രോണിക് ആസിഡ് പറയാത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹൈൽഡ്രോണിക് ആസിഡ് യൂസ് ചെയ്തില്ലെങ്കിൽ സ്കിൻ വീണ്ടും ഡീഹൈഡ്രേറ്റഡ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് 5% നയാസിനമൈഡ് സെറത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഡെർമക്കോയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട്, സുഗന്ധയിലുണ്ട്, ഡോക്ടർ ഷെയ്ത്തിലുണ്ട്, പിന്നെ ഡീകൺസ്ട്രക്റ്റിലുണ്ട്, വിത്തിൻ ബ്യൂട്ടി 2 ഉണ്ട്, നയാസിനമൈഡ് ഡ്രോപ്പ് ഉണ്ട്, അത് സെറമൈഡ് കോംപ്ലക്സും കൂടി ഉണ്ട്. പിന്നെ അതല്ലാണ്ട് നയാസിനമൈഡ് സിറമായിട്ടും അവർക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഫോക്സ്റ്റൈലുണ്ട് 5% നയാസിനമൈഡ് സിറം, അതല്ലെങ്കിൽ നമ്മുടെ ആക്സിസ് ബൈയുടെ 5% നയാസിനമൈഡ് സിറം ട്രൈ ചെയ്ത് നോക്കാം, അത് നല്ലൊരു ഓപ്ഷനാണ്. സോ ഇത്രയുണ്ട് 5% നയാസിനമൈഡ് സിറംസ്. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ എപ്പോഴും 5%-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് മോയ്സ്ചറൈസേഴ്സ് ഏതെന്ന് നോക്കാം.
ഇനി നമുക്ക് മോയ്സ്ചറൈസേഴ്സിലോട്ട് പോവാം. മോയ്സ്ചറൈസേഴ്സ് മാക്സിമം നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ വിത്തിൻ ബ്യൂട്ടിയുടെ മോയ്സ്ചറൈസേഴ്സ് ആണ്. അതിനകത്ത് ഒന്നെന്ന് വെച്ചാൽ ഡെയിലി ഡ്യൂയും അതുപോലെ ഹലോ മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് രണ്ടും നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോർമുലാറെക്സിന്റെ ഹൈഡ്രാവെയിൽ മോയ്സ്ചറൈസർ, ഡീകൺസ്ട്രക്റ്റിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, ഡോക്ടർ ഷെയ്ത്തിന്റെ എല്ലാ മോയ്സ്ചറൈസേഴ്സും, പിന്നെ നമ്മുടെ ഫോക്സ്റ്റെയിലിന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ റിക്വലിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ മിനിമലിസ്റ്റിലെ ഓയിലി സ്കിൻകാർക്കുള്ള മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഒരിക്കലും ഡോട്ട് ആൻഡ് ഗീയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നത്, അത് നമ്മുടെ സ്കിന്നിന് ഇറിറ്റേറ്റ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫോസറെക്സിന്റെ മോയ്സ്ചറൈസർ അല്ലേ, സ്നെയിൽ മ്യൂസ്, അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ വാസ്ലിൻ ഇല്ലേ, വാസ്ലിന്റെ ബോഡി മോയ്സ്ചറൈസർ ആണ്, പക്ഷെ അത് ഫേസിൽ യൂസ് ചെയ്യാൻ നോൺ കോമഡോജനിക് ആണ്. ഗ്ലൂട്ടാഹയ ബോഡി മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത്രയാണ് അത്യാവശ്യമുള്ള റെക്കമെൻഡേഷൻസ്. ഇനി നമുക്ക് സൺസ്ക്രീനിലോട്ട് പോകാം. ഇനി നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീനിലോട്ട് പോവാം. സൺസ്ക്രീൻ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നോൺ കോമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ വിഷ് കെയറിന്റെ സൺസ്ക്രീൻ ഉണ്ട്, നയാസിനമൈഡ് സൺസ്ക്രീൻ നല്ല ഓപ്ഷനാണ്. അവരുടെ തന്നെ 2% വിറ്റാമിൻ സി ഉള്ള സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷൻ. അക്വലോജിക്കയുടെ ഡീടാൻ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഡോട്ട് ആൻഡ് ഗീയുടെ സെക്കാൻഡ് നയാസിനമൈഡ് സൺസ്ക്രീൻ രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടും നമുക്ക് നോൺ കോമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീനുകളാണ്. ഇനി നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പല സൺസ്ക്രീനുകളും നോൺ കോമഡോജനിക് ആണ്. പക്ഷെ നമുക്ക് പോസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പോസിൽ അഴുക്കിന്റെ കൂടെ ഇതുകൂടെ ഒക്കെ പോയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാണ്ട് ഇതായിട്ട് മോക്കുരു ഉണ്ടാക്കത്തില്ല. പക്ഷെ ഇത് അവിടെ അഴുക്ക് എവിടെ അടിഞ്ഞിരുന്നാലും കുരു വരുമല്ലോ. അപ്പൊ സൺസ്ക്രീനെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. അതിനുവേണ്ടി നമ്മൾ ഡബിൾ ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ കോമഡോജനിക് ആയിട്ടുള്ള കുറച്ച് ക്ലെൻസിങ് ഓയിൽസ് ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ, അതുപോലെ തന്നെ നമ്മുടെ എർത്ത് ക്ലെൻസിങ് ഓയിൽ, പിന്നെ നമ്മുടെ DHCയുടെ ക്ലെൻസിങ് ഓയിൽ, അതല്ലെങ്കിൽ നമ്മുടെ ക്ലെയറിന്റെ ക്ലെൻസിങ് ഓയിലും ഒക്കെ അത്യാവശ്യം നല്ല നോൺ കോമഡോജനിക് ആയിട്ടുള്ള ക്ലെൻസിങ് ഓയിലാണ്. ഡീകൺസ്ട്രക്റ്റിന്റെ ക്ലെൻസിങ് ബാം, പ്ലമ്മിന്റെ ക്ലെൻസിങ് ബാമും, അതുപോലെ തന്നെ നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിന്റെ ക്ലെൻസിങ് ഓയിലും അവോയ്ഡ് ചെയ്യുക. ഇതിനകത്ത് കുറച്ച് കോമഡോജനിക്, അതായത് കോക്കനട്ട് ഓയിൽസ് ഉണ്ട്, അപ്പം ചിലപ്പോൾ നമ്മുടെ പോസ് ക്ലോഗ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ വിത്ത് ലാർജ് ഓപ്പൺ പോസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതുപോലെ ഏതെങ്കിലും സ്കിൻ കെയർ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.